ഇത് ഒരു ഗോത്രത്തിൻ്റെ കഥയല്ല, അഹങ്കാരം കൊണ്ട് അന്ധത ബാധിച്ച ഒരു ജനതയുടെ കഥയാണ്. വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുകയും തങ്ങൾക്ക് അന്നം നൽകിയ യഥാർത്ഥ ഉടമയെ മറക്കുകയും ചെയ്ത ഖുറൈശികളുടെ കഥ. മക്കയിലെ പ്രമാണിമാരായ ഖുറൈശികളെ അള്ളാഹു എന്തിന് ഖുർആനിൽ പേരെടുത്തു പരാമർശിച്ചു? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമുക്കല്പം പിന്നിലേക്ക് സഞ്ചരിക്കാം. ഖുറൈശികൾക്ക് അഹങ്കാരത്തിന്റെ രോഗം ബാധിക്കുന്നതിനു മുൻപുള്ള ഒരു കാലത്തിലേക്ക്. അന്ന് മക്ക ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കല്ലും മുള്ളും നിറഞ്ഞ, വിശപ്പ് തളം കെട്ടി നിൽക്കുന്ന ഒരു താഴ്വര. ആകാശം കനിഞ്ഞില്ലെങ്കിൽ മരണമുറപ്പുള്ള നാട്. കിണറുകൾ വറ്റി വരണ്ടിരുന്നു. മഴയ്ക്കും ഭക്ഷണത്തിനുമായി അവർ കഅബയിലെ ബിംബങ്ങൾക്ക് മുന്നിൽ തലതല്ലി കരഞ്ഞു. മക്ക നിശബ്ദമായി മരണത്തെ കാത്തിരുന്ന നാളുകളായിരുന്നു അത്. ആ നിശബ്ദതയിലേക്കാണ് ഒരു നാമം പ്രതീക്ഷ പോലെ കടന്നു വന്നത്. ഹാഷിം ബിൻ അബ്ദു മനാഫ്. കഅബ അള്ളാഹുവിന്റെ ഭവനമാണെങ്കിൽ അതിൻ്റെ അയൽക്കാർ പട്ടിണി കിടക്കരുത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു, കാഫിലകളായി, കച്ചവട സംഘങ്ങളായി നമുക്ക് യാത്ര തിരിക്കാം. തണുപ്പുകാലത്ത് യമനിലേക്കും വേനൽക്കാലത്ത് സിറിയയിലേക്കും. ആ കച്ചവട യാത്രകൾ കാരണമായി നമ്മുടെ പട്ടിണി മാറുകയും സമൃദ്ധി കൈവരുകയും ചെയ്യും. മക്കക്കാർ ഭയന്നുപോയി. മരുഭൂമിയിലൂടെയുള്ള യാത്ര തീർത്തും ദുർഘടമാണ്. വഴികൾ സുരക്ഷിതമല്ല. കൊള്ളക്കാരാൽ നമ്മുടെ സമ്പത്ത് എപ്പോഴും അപഹരിക്കപ്പെട്ടേക്കാം. അക്രമികളാൽ നമ്മൾ എപ്പോഴും കൊല്ലപ്പെട്ടേക്കാം. അവർ ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷേ ഹാഷിം അവരെ ധൈര്യപ്പെടുത്തി. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ കഅബയുടെ കാവൽക്കാരാണ്. കൊള്ളക്കാർക്ക് മുന്നിൽ നിങ്ങൾ പറയുക, ഞങ്ങൾ കഅബയുടെ ആളുകളാണെന്ന്. അറേബ്യൻ മരുഭൂമി നിങ്ങൾക്ക് മുമ്പിൽ വഴിമാറും. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ആ യാത്രകൾക്ക് തുടക്കം കുറിച്ചു. ഈലാഫ് അതൊരു കരാറായിരുന്നു. സുരക്ഷിതത്വത്തിന്റെ, വിശ്വാസത്തിന്റെ കരാർ. കഅബയുടെ പേരിൽ അറേബ്യൻ മരുഭൂമി അവർക്ക് മുന്നിൽ വഴിമാറി. യമനിലെ സുഗന്ധവും സിറിയയിലെ ധാന്യങ്ങളും മക്കയിലേക്ക് ഒഴുകിയെത്തി. ഒരു കാലത്ത് പട്ടിണി കിടന്ന് ജനങ്ങൾ മരിച്ചു വീണ മക്ക അറേബ്യയുടെ വ്യാപാര കേന്ദ്രമായി മാറി. അങ്ങനെ പട്ടിണി അകന്നപ്പോൾ, ഭയം മാറിയപ്പോൾ മനുഷ്യൻ പഴയ മനുഷ്യനല്ലാതെയായി. ഈ വിജയം നമ്മുടെ സാമർഥ്യമാണ്. ഈ വിഗ്രഹങ്ങളാണ് നമ്മെ സഹായിച്ചത്. ഇവയാണ് നമുക്ക് അനുഗ്രഹം നൽകിയത്. പണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന കൈകൾ ഇപ്പോൾ അഹങ്കാരത്തോടെ ഉയർന്നു പൊങ്ങുന്നു. അവർ കഅബയെ ഓർത്തു, കഅബയിലെ ബിംബങ്ങളെ ഓർത്തു. പക്ഷേ കഅബയുടെ നാഥനെ മറന്നു. കഅബയാണ് മക്കക്കാരുടെ ആശ്രയം. അത് തകർക്കുക തന്നെ നിർവാഹമുള്ളൂ. അതോടെ അവരുടെ സർവ്വസമൃദ്ധിയും അവസാനിക്കും. ഖുറൈശികളുടെ സമ്പൽ സമൃദ്ധിയിൽ അസൂയ മൂത്ത യമൻ രാജാവ് അബ്രഹത്ത് കഅബ പൊളിക്കാൻ ആനപ്പടയുമായി വന്നപ്പോൾ പോലും അവരെ രക്ഷിച്ചത് അവരുടെ വിഗ്രഹങ്ങളല്ല, അവരുടെ ആയുധങ്ങളല്ല. ആകാശത്ത് നിന്ന് പറന്നു വന്ന പക്ഷികളിലൂടെ അള്ളാഹു തന്റെ ഭവനത്തെ കാത്തു സംരക്ഷിച്ചു. ഖുറൈശികൾ അത് കൺകുളിർക്കെ കണ്ടതാണ്. എന്നിട്ടും കാലം കടന്നുപോയപ്പോൾ ആ നന്ദി അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അവർക്കിടയിൽ നിന്ന് തന്നെ വിശ്വസ്തനായ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ദേശവുമായി കടന്നു വന്നപ്പോൾ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. അള്ളാഹു നൽകിയ സമ്പത്തും സ്വാധീനവും ഉപയോഗിച്ച് അവർ പ്രവാചകനെ ഉപരോധിച്ചു. പലപ്പോഴായി നബിയെ വധിക്കാൻ പോലും ശ്രമങ്ങൾ നടത്തി. അപ്പോഴാണ് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ സൂറത്ത് ഖുറൈശ് അവതരിക്കുന്നത്. ലിഈലാഫി ഖുറൈശ്. അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? ആ രണ്ട് യാത്രകൾ, തണുപ്പുകാലത്തെയും വേനൽക്കാലത്തെയും ആ സുരക്ഷിതമായ യാത്രകൾ ആരാണ് നിങ്ങൾക്ക് സമ്മാനിച്ചത്? ഫല്യഅ്ബുദൂ റബ്ബ ഹാദിൽ ബൈത്ത്. അതുകൊണ്ട് ഈ ഭവനത്തിന്റെ നാഥനെ, കഅബയുടെ യഥാർത്ഥ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ കല്ലുകളെയല്ല, മറിച്ച്
അല്ലദീ അത്അമഹും മിൻ ജൂഅ, വിശപ്പിൽ നിങ്ങൾക്ക് അന്നം നൽകിയവനെ, വ ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിങ്ങൾക്ക് അഭയം നൽകിയവനെ. അതെ, ആ സുരക്ഷയും അന്നവും നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ സാമർഥ്യമല്ല, അത് അള്ളാഹുവിൻ്റെ വരദാനമായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ സൂറത്ത് ഓതുമ്പോൾ നാം മനസ്സിലാക്കണം, ഇത് ഖുറൈശികളുടെ മാത്രം കഥയല്ല, ഇല്ലായ്മയിൽ നിന്നും സുഖാഡംബരങ്ങളിലേക്ക് വഴിമാറിയ ഓരോ സമൂഹവും സ്വയം പുനരാലോചിക്കേണ്ട വചനങ്ങളാണ്.